ഹലോ ഗൈസ്. അപ്പോൾ അടുത്തിടെയൊക്കെ ആയിട്ട് ഈ ആഴ്ചയിടയിൽ തന്നെ ബാർസലോണയെ ബന്ധപ്പെട്ട് കുറേ ട്രാൻസ്ഫർ റൂമേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരെണ്ണം വരുന്നതായിരുന്നു ബെർണാർഡോ സിൽവയുടെ. നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് ഓരോരുത്തരുടെയും പറയാം, വേറെ കുറേ ഉണ്ടല്ലോ. നമുക്ക് ബെർണാർഡോ സിൽവയുടെ ഒരു പോസിബിലിറ്റി നോക്കാം. അപ്പോൾ ബെർണാർഡോ സിൽവ ഏജസ് കുറച്ച് വരുമെന്നാണ് എൻ്റെ തോന്നുന്നത്. ഏജൻ്റ് ആണെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പൈസ ഓൾറെഡി നമുക്കറിയാം ബാർസയെ കുറച്ച് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് ഇതിലാണ്. സോ വേജസ് കുറയ്ക്കാം എന്നാണ് ബെർണാർഡോ സിൽവ പറയുന്നത്. അപ്പോൾ സാധ്യത കാണുന്നുണ്ട്. നമുക്കെന്തൊരു നമുക്കറിയാം നമ്മുടെ ടീം നല്ല പ്ലേ മേക്കേഴ്സ് ഉണ്ടോ ചോദിച്ചാൽ ഇപ്പോൾ കറൻ്റ്ലി ഒൽമോയാണുള്ളത്. എന്നാലും ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലേ മേക്കർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ബെർണാർഡോ സിൽവ വന്നാൽ നല്ല ചോയ്സ് ആയിരിക്കും. ആൻഡ് ആർസെനൽ അതിപ്പോൾ ഇപ്പം കണ്ടതാണ്, ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്ന് ഒഫീഷ്യലായിട്ട് ഒരെണ്ണം വന്നു. ആർസെനലും ഒരു സർപ്രൈസ് മൊമെൻ്റ് ആണ് ബെർണാർഡോ സിൽവയെ ട്രൈ ചെയ്ത് തോന്നുന്നു. സോ ആർസെനലെ സംബന്ധിച്ചിടത്തോളം മസ്റ്റ് നീഡ്. കാരണം ഇത്തവണ ജനുവരി ട്രാൻസ്ഫറിലായിരുന്നു ഒരു എസ് കൊണ്ടുവന്നത്, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അല്ല, പ്ലേ മേക്കർ റോൾ. അതിന് മുമ്പ് ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ അവർ സത്യം പറഞ്ഞാൽ ആർസെനൽ അടിക്കുന്ന പകുതി ഗോളും നമുക്കറിയാം ഫ്രീ കിക്ക്, സെറ്റ് പീസ് ആൻഡ് കുറച്ച് ലക്ക് എന്നാണ് കുറച്ച് ഗോൾ അടിക്കുന്നത്. പ്ലേ മേക്കേഴ്സിൻ്റെ അഭാവം വലിയ രീതിയിൽ നമുക്ക് ആർസെനൽ കാണാനുണ്ട്. ഏറ്റവും വലിയ ഡിഫൻസർ പറയുകയാണെങ്കിൽ സ്പോർട്ടീവ് ആയിട്ടുള്ള നമുക്ക് ക്വാർട്ടർ ഫൈനൽ കണ്ടോ 2 കളിയിലും നല്ലൊരു ഞാൻ ആ ആദ്യത്തിലൊക്കെ അന്ന് റയൽ മാഡ്രിഡിൻ്റെയും ബയറിൻ്റെയും കളി ഉണ്ടായിട്ടും അത് കാണാതെ ഞാൻ ആർസെനലിൻ്റെ കളി കാണുമായിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് ഒരു ഇമ്പാക്റ്റ് ഫസ്റ്റ് ഹാഫ് കാണാൻ വളരെ മോശം ഫസ്റ്റ് ഹാഫായിരുന്നു. വീട്ടിൽ പറയാമല്ലോ, പ്രത്യേകിച്ച് ഒന്നും ഇല്ല, എന്തിനും കൂടെ കളിക്കുമായിരുന്നു. സോ സെക്കൻഡ് ഹാഫിൽ പിന്നെ അടിച്ചുള്ള ഹാവസ്റ്റ് ഓടിച്ചു കളിയിപ്പിച്ചു. അതൊക്കെ ഇവിടെ എന്തായാലും ഇങ്ങനെയാണ്. ബെർണാർഡോ സിൽവ കാണുന്നു ആർസെനൽ ബാർസ അവിടെ പോവും ആണ് നോക്കണം. അതിന് ബെർണാർഡോ സിൽവയുടെ ഡിസിഷനാണ്. സോ യാ, അത്രയുള്ളൂ ഗൈസ്.